സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ. ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ് ആണ്. കോവിഷീൽഡ്, ഈ പേര് ഓർത്തു വയ്ക്കുക, ആസ്ട്രാസെനക്ക. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പദ്ധതിയുടെ പേര് സ്പീഡ്. ഭിന്നശേഷി വിഭാഗമാണ്. സ്പീഡ് എന്നതിൻ്റെ ഫുൾ ഫോം വരുന്നത് സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഇൻ ഡിസബിലിറ്റീസ് എന്നാണ്. സ്പീഡ്, ഡിസബിലിറ്റീസ്, ഭിന്നശേഷി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 60% കൂടുതൽ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? 60% കൂടുതൽ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. പദ്ധതിയുടെ പേര് മാതൃജ്യോതി. 2025 HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. 2025 HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നത്. ഒന്നായി പൂജ്യത്തിലേക്ക്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോയുടെ പുതുക്കിയ പേര്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോയുടെ പുതുക്കിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ്. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോയുടെ പുതുക്കിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയാമൃത. പദ്ധതിയുടെ പേര് വിജയാമൃത. അടുത്ത ചോദ്യം, കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ കൽപ്പ, സുവർണ, കൽപ്പ, ശതാബ്ദി എന്നിവ എന്താണ്? തെങ്ങിനങ്ങളാണ്. വികസിപ്പിച്ചത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. പേര് കൽപ്പ, സുവർണ, കൽപ്പ, ശതാബ്ദി. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹർവിന്ദർ സിംഗ്. ഹർവിന്ദർ സിംഗ്. എന്താണ് ഇനം? അമ്പെയ്ത്താണ്. സ്വർണം നേടിയ കായിക താരം ഹർവിന്ദർ സിംഗ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ഏതാണ്? 2024 പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയത് പ്രവീൺ കുമാർ ആണ്. പ്രവീൺ കുമാർ. ഇനം ഏതാണ്? ഹൈ ജമ്പാണ്. ഹൈ ജമ്പ്. പ്രവീൺ കുമാർ. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഭാരത് ജൻ. പദ്ധതിയുടെ പേര് ഭാരത് ജൻ. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത്. പുസ്തകത്തിൻ്റെ പേര് സ്വർഗസ്ഥനായ ഗാന്ധിജി. രചിച്ചത് KT ജലീലാണ്. KT ജലീൽ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം എത്രയാണ്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം ഇപ്പോൾ 11 5 പുതിയ ഭാഷകൾ കൂടി ഉൾക്കൊള്ളിച്ച് ഇപ്പോൾ 11 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പുരസ്കാര പദവി ലഭിച്ചിട്ടുള്ളത്. 11.
2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി COP30 വേദി ബ്രസീലാണ്. ബ്രസീൽ. ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ചിഹ്നഗ്രഹമായ 2005 EX-296 ജയന്ത് മൂർത്തി. ജയന്ത് മൂർത്തി. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈശവ വിവാഹം തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി പൊൻവാക്ക്. ലോക നാടക ദിനം എന്നാണ് ലോക നാടക ദിനമായിട്ട് ആചരിക്കുന്നത്? മാർച്ച് 27 ലോക നാടക ദിനം. മാർച്ച് 27. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. പേടകത്തിന്റെ പേര് ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ. 2024 G7 ഉച്ചകോടിയുടെ വേദി. 2024 G7 ഉച്ചകോടി ഇറ്റലി. ഇറ്റലി. വനിതാ ഏഷ്യ കപ്പ് 2024 വേദിയായത് ശ്രീലങ്കയാണ്. വനിതാ ഏഷ്യ കപ്പ് 2024 വേദി ശ്രീലങ്ക. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ്? അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് ഏത്? സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോടാണ്. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതേപോലെ തന്നെ തക്കാളി ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു, നടപ്പിലാക്കിയിരുന്നു. അത് ഏത് പഞ്ചായത്ത് ആണെന്ന് അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക. അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. കൊച്ചി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ലയാണ് വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ്. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായത്. ലോക്പാൽ ചെയർപേഴ്സൺ AM ഖാൽവിൽക്കർ ആണ്. ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ്? AM ഖാൽവിൽക്കർ. 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെക്ഷന് നേതൃത്വം നൽകിയത് ആരാണ്? 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെക്ഷന് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറയിലാണ്. കമ്പാലത്തറയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. കമ്പാലത്തറ. അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തത് തെലങ്കാനയാണ്. തെലങ്കാന. 2023 ഏപ്രിൽ 12 ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ 150ാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത്? 2023 ഏപ്രിൽ 12 മലയാള കവി സാമൂഹിക പരിഷ്കർത്താവായിരുന്ന വ്യക്തിയുടെ
എത്രാമത്തെ ജന്മവാർഷികം? 150. കുമാരനാശാന്റേതാണ്. കുമാരനാശാൻ. അടുത്ത ചോദ്യം, ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? പേര് ബിഗ് ക്യാച്ചപ്പ്. അവതരിപ്പിച്ചത് ലോകാരോഗ്യ സംഘടനയാണ്. ലോകാരോഗ്യ സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് ഇന്ത്യ. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത്? കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേ ദാസ് ആണ്. ഗോഡ്ഫ്രേ ദാസ്. 2023 50 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗപരിരക്ഷണ പദ്ധതി. 50 വർഷം പൂർത്തിയാക്കിയത് പ്രോജക്റ്റ് ടൈഗർ ആണ്. പ്രോജക്റ്റ് ടൈഗർ. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി? പ്രകൃതി ദുരന്തങ്ങൾ, മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. പദ്ധതിയുടെ പേര് ആരോഗ്യ മൈത്രി. ലോക കരൾ ദിനം 2024 പ്രമേയം. ലോക കരൾ ദിനം. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ എന്നതാണ്. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. ലോക കരൾ ദിനം എന്നാണ്. ഏപ്രിൽ 19 ഏപ്രിൽ 19. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 ലഭിച്ചത് കെ-ഫോണിനാണ്. കെ-ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 അർഹമായത് കെ-ഫോണിനാണ്. കെ-ഫോൺ. 2024 ഏപ്രിലിൽ സൂര്യൻ്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രം ഏതാണ്? 2024 ഏപ്രിലിൽ സൂര്യൻ്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രം പോൺസ് ബ്രൂക്സ് ആണ്. പോൺസ് ബ്രൂക്സ്. 2024 ലോക ഭൗമദിനം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22 ഏപ്രിൽ 22. ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നതാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നതാണ് 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ. ഇറാസ്മസ് പുരസ്കാരം 2024 അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷ്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ലോക ജലദിനം 2024 പ്രമേയം ജലം സമാധാനത്തിന്. വാട്ടർ ഫോർ പീസ്. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് കമൻറ്റ് ചെയ്യുക. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി ഏതാണ്? ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയാണ് അതുൽ ഗോയൽ കമ്മിറ്റി. കമ്മിറ്റിയുടെ പേര് അതുൽ ഗോയൽ കമ്മിറ്റി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുദാൻ ആണ്. പ്രീതി സുദാൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 2023 ആഘോഷിച്ചത് 50ാമത്തെ വർഷമാണ്. 50. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതെന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ്
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ സിയാൻ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് സിംഗ് പനഗരിയാണ്. അരവിന്ദ് സിംഗ് പനഗരിയ എത്രാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണെന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം ഏതാണ്? ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ UN തീരുമാനിച്ചത് മെയ് 25. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.